ലുലുമാൾ കോഴിക്കോട്, ലുലുമാൾ കോട്ടയം, ഈ രണ്ട് ലുലുമാളിന്റെ സൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. രണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ. ഒന്നും കൂടെ സൈസ് എടുത്ത് പറയാം. നമ്മുടെ ലുലുമാൾ കോട്ടയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 3.2 ലാക്ക് സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നേരെ കോഴിക്കോടേക്ക് വരുവാണെങ്കിൽ 3.7 ലാക്ക് സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോഴേ ഈ രണ്ട് ലുലുമാളും കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ ആവുമല്ലോ. എന്നാൽ അതിനേക്കാളും വലിപ്പമുള്ള ഒരു മാളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തുറക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണ് ഞാൻ ഏത് മാളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. യെസ്, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും പുതുതായിട്ട് തുറക്കാൻ പോകുന്ന കൂറ്റൻ മാൾ, യെസ്, ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഹൈലൈറ്റ് മാളാണ് ദേ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് കാത്തു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ അറിയാലോ, കുട്ടനെല്ലൂർ ബൈപ്പാസിന് സമീപമായിട്ടാണ് നമ്മുടെ ഈ ഒരു മാളിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ സൈസിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അതിന്റെ ഒരു വലിപ്പം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ലുലു മാളുകളും ചേർത്തുള്ള ഒരു സൈസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തുമാത്രം വലിപ്പം ഉണ്ടാവുമെന്ന്. ഏതാണ്ട് 7.4 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിന്റെ വലിപ്പം വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോൾ ഒരു ഡീസന്റ് മാൾ എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഷോപ്പിംഗ് മാൾ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഇത്രയും സൈസ് വേണം. ഇപ്പൊ നമ്മൾ ഈ ലുലു മാളിന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ നമുക്കൊരു ഒരു മിനി മാളായിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇതിന് പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷനോ ഈ ഒരു മാളിന്റെ സൈസിന്റെ കാര്യത്തിൽ ഒരു ഡെഫിനിഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു G+3 മോഡലുള്ള എല്ലാ ബിൽഡിങ്ങുകളെയും നമ്മൾ, അതായത് ഷോപ്പിംഗ് ബിൽഡിങ്ങുകളെ നമ്മൾ മാളെന്ന് വിളിക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 200ഓളം ബ്രാൻഡുകൾ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ 4 ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസബിൾ ഏരിയ ആണ്. അപ്പോഴേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ സൈസിലുള്ള മാളുകളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഹൈലൈറ്റ് ഗ്രൂപ്പ് നമ്മുടെ ലുലു ഗ്രൂപ്പിന് ഒരു വലിയ ഭീഷണിയാണോ? കോഴിക്കോടും അവർക്ക് വലിയൊരു മാളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഒരു കൂറ്റൻ മാളാണ് അവർ തുറക്കാനായിട്ട് പോകുന്നത്. ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീഷണി തന്നെയാണ്. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലുലുവിൻ്റെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പുറത്ത് നോക്കുമ്പം രണ്ടും രണ്ട് ബ്രാൻഡ് ആണെങ്കിൽ പോലും അവർ എന്തായാലും ഒന്നിച്ച് യോജിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതിന് ഉദാഹരണമാണ് ഇപ്പം രണ്ട് ബ്രാൻഡുകളും ചേർന്ന് പ്രവർത്തിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 200ഓളം ബ്രാൻഡുകൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരുപാട് ഔട്ട്ലെറ്റുകൾ നമ്മുടെ ഈ ഒരു വലിയ മാളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊക്കെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി നോക്കുന്ന ഒരു കാര്യം, അതായത് ഞാൻ കോട്ടയം ലുലുമാളിന്റെ വീഡിയോ ചെയ്തപ്പോഴും കോഴിക്കോട് ലുലുമാളിന്റെ വീഡിയോ ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ വന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ഇല്ലാതെ എന്ത് മാളല്ലേ. ഈ രണ്ട് മാളിലും തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ നമ്മുടെ ഈ ഒരു ഇത്രയും വലിയൊരു മാളാകുമ്പോൾ നമ്മുടെ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്നൊരു മാളായതുകൊണ്ട് ഇതിനകത്ത് തിയേറ്റർ ഇല്ലാതിരിക്കുമോ? നിരാശ വേണ്ട, തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞൊരു വിവരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 സ്ക്രീനോട് കൂടിയ ഒരു വലിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഈ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈലൈറ്റിന്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള പലാക്സി സിനിമാസ് ആണ് ഈ ഒരു മാളിലും വരാനായിട്ട് പോകുന്നത്. പിന്നെ ഈ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ ഒരു കോൺഫറൻസ് എന്ന് പറയാം, കോൺഫറൻസ് അല്ല, അവർ നമുക്ക് തന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എപ്പോൾ മാൾ ഓപ്പൺ ചെയ്യുന്നോ ആ സമയത്ത് തന്നെ തിയേറ്ററും ഓപ്പൺ ചെയ്യും എന്നൊരു ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അവരുടെ മുമ്പത്തെ ഒരു പ്രസ് മീറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് അങ്ങനെ കണ്ടുവരുന്നൊരു കാര്യമല്ല. മാൾ ഓപ്പൺ ചെയ്ത് ഒരു 6 മാസം തൊട്ടൊരു 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തിയേറ്ററൊക്കെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഹൈലൈറ്റ് ഗ്രൂപ്പ് തന്നേക്കുന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ മാൾ എന്ന് ഓപ്പൺ ചെയ്യുന്നു അന്ന് തന്നെ അവരുടെ പലാക്സി സിനിമാസും ഓപ്പൺ ചെയ്യുന്നതാണ്. 5 വർഷം കൊണ്ട് ഏതാണ്ട് 100 സ്ക്രീനാണ് അവർ ഈ ഒരു കേരളത്തിൽ മാത്രം പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി 8 സ്ക്രീൻ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത 5 സ്ക്രീനും കൂടെ ഇവിടെ നമ്മുടെ തൃശ്ശൂർ വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം വെച്ച് കഴിഞ്ഞാൽ എപ്പിക്സ് തിയേറ്റർ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ എപ്പിക്സ് തിയേറ്ററിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. പക്ഷെ അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പോലെ സൈസ് ചെറുതാകുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽ ഒന്നും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും കോഴിക്കോട് എപ്പിക്സ് തിയേറ്ററിനെ പറ്റി നല്ല അഭിപ്രായമാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു തിയേറ്റർ ഇവിടെയും വരട്ടല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു എപ്പിക് തിയേറ്റർ കിട്ടും എന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് തിയേറ്ററുകൾ, ഒരുപാട് മികച്ച തിയേറ്ററുകൾ ഉള്ള ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ ആ തിയേറ്ററുകളുടെയൊക്കെ കൂട്ടത്തിൽ ഈ ഒരു പുതിയ 5 സ്ക്രീനും കൂടെ അങ്ങോട്ട് വരാനായിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ കാര്യമാണോ? അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ അവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ടൈമിൽ 22 തൊട്ട് 27 വരെ കണ്ടാൽ തോന്നുന്നു ഒഫീഷ്യൽ ഇൻ്റർവ്യൂസ് ഒക്കെ അവർ നടത്തുന്നുണ്ട്. അതായത് ഒരുപാട് ഈ ഒരു മാളിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് ജോബ് വേക്കൻസീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കയറി അപ്ലൈ ചെയ്യുക, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക, ജോലി അങ്ങോട്ട് മേടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.